ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ക്രിസ്തുവില്ലാത്ത ക്രിസ്തു മതമാണ് വിമതോളികളുടെ വട്ടോളിസം. പലരും പല പ്രാവശ്യം പറഞ്ഞു, അച്ഛന് തലയ്ക്ക് വല്ല വട്ടുണ്ടോ? ഈ വട്ടോളിയുടെ രാജിക്കത്തിനെ ഇത്രമാത്രം മഹത്വീകരിക്കേണ്ട കാര്യമുണ്ടോ? അത് അവഗണിച്ചാൽ പോരെ? അച്ഛൻ അയാളെക്കുറിച്ച് പറഞ്ഞ് അയാളിങ്ങനെ വലുതാക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ 2-3 പ്രാവശ്യം മറുപടി നൽകിയതാണ്. എങ്കിലും ആളുകൾ പിന്നെയും ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയുകയാണ് എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. ആദ്യമേ ഞാൻ പറയട്ടെ, ഇതിൻ്റെ പേരിൽ വട്ടോളിച്ചിട്ട് വലുതാകുകയാണെങ്കിൽ, അദ്ദേഹം കീർത്തിയുള്ളവനോ പ്രശസ്തനാകുകയാണെങ്കിൽ അതിലിപ്പോൾ എന്താ കുഴപ്പം? നമ്മുടെ അച്ഛനല്ലേ, അതാകട്ടെ. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇത് വട്ടോളിയുടെ മാത്രം പ്രശ്നമല്ല. വട്ടോളിയുടെ രാജിക്കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഈ വിമതോളികൾ എന്ന് പറയുന്ന വിമത വൈദികർ, മുന്നേറ്റക്കാർ, അവരോടൊപ്പം പല ദൈവശാസ്ത്രജ്ഞന്മാർ, സെമിനാരി പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രജ്ഞരടക്കം അവരെല്ലാം പഠിപ്പിക്കുന്ന അർദ്ധസത്യങ്ങളോ അബദ്ധങ്ങളോ വേദവിപരീതങ്ങളോ പാഷാണ്ഡതകളോ ആണ് ഈ വട്ടോളിയുടെ രാജിക്കത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ലോക ചരിത്രത്തിൽ സഭ എല്ലാ കാലത്തും വളർന്നിട്ടുള്ളത് ഇത്തരം പാഷാണ്ഡതകൾക്കെതിരെ നിലപാടെടുത്തുകൊണ്ടാണ്. അപ്പോൾ പാഷാണ്ഡതകൾ കേൾക്കുമ്പോൾ അതിനെതിരെ സത്യവിശ്വാസം പഠിപ്പിച്ചുകൊണ്ടാണ് സഭ ഇന്ന് വരെ നിലനിന്നിട്ടുള്ളത്. അപ്പോൾ വട്ടോളിയുടെ രാജിക്കത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് പല ദൈവശാസ്ത്രജ്ഞന്മാരും പഠിപ്പിക്കുന്ന അർദ്ധസത്യങ്ങളോ അബദ്ധങ്ങളോ വേദവിപരീതങ്ങളായ പാഷാണ്ഡതകളോ ആണ്. അത്തരം അബദ്ധ സിദ്ധാന്തങ്ങളെ, വ്യാജ പ്രബോധനങ്ങളെ എതിർക്കുക എന്നുള്ളത് സഭയുടെ ഉത്തരവാദിത്വമാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്. മറുവശത്ത് അങ്ങനെ എതിർക്കുമ്പോൾ നമ്മളൊരു കാര്യം കണ്ടു, എന്താണ് സത്യവിശ്വാസം. അങ്ങനെ സത്യവിശ്വാസത്തെക്കുറിച്ചുള്ള വളരെ ഗഹനമായ പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ തന്നെ അതിശയിപ്പിച്ച ചില സംഗതികളുണ്ട്. ഒന്ന്, 10,000-3000 പേര്, അതായത് ഇതൊരു കൗതുകത്തിനോട് വേണ്ടിയുള്ള വാർത്തയല്ലല്ലോ, സീരിയസ് ആയ പഠനമാണ്. എന്നിട്ടൊരു 10,000-3000 പേര്, ആവറേജ് ഒരു 3000 പേര്, ചിലപ്പോൾ അതിൽ കൂടുതൽ, ചിലപ്പോൾ ഇച്ചിരി കുറവ്, എങ്കിലും ഒരു 3000 പേര് ഇത് കാണുന്നു. അതിൽ ചിലർ അതിലെ ഗഹനമായ കാര്യങ്ങൾ, അതായത് ലിറ്റർജിയെക്കുറിച്ചോ ദൈവശാസ്ത്രത്തെക്കുറിച്ചോ കാനോളയെക്കുറിച്ചോ ഞാൻ പറഞ്ഞിരിക്കുന്ന ചില ഗഹനമായ കാര്യങ്ങൾ ഷോർട്സ് ആയിട്ട് എനിക്ക് അയച്ചു തരുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അത്രമാത്രം ആളുകൾക്ക് ഉപകാരപ്രദമായ സംഗതിയാണിത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഇത്തരം അബദ്ധ സിദ്ധാന്തങ്ങൾ ഇനിയും വരും. അപ്പോൾ ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ, ഈ ടെക്നോളജിക്ക് ഉണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ കിടക്കുകയാണ് നമുക്ക് നാളെ റെഫറൻസിനായിട്ട്. അപ്പോൾ ഇതൊരു സുവിശേഷ പ്രഘോഷണമാണ്. ഇതാണ് സുവിശേഷ പ്രഘോഷണം. നമുക്കൊരു പള്ളിയിൽ 100, 300, 200 ആളുകളൊക്കെ വരുന്നു, ഒരു ദിവസം 3000 പേര് കയറുന്നു. അപ്പോൾ ഒരു 10 പള്ളികളിൽ പ്രസംഗിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ധ്യാനം പ്രസംഗിക്കുന്ന പോലെ ഇഫക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഈ അബദ്ധ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് എനിക്കറിയില്ലായിരുന്നു. ഇവരെന്തൊക്കെ അബദ്ധ സിദ്ധാന്തമാണ് പഠിപ്പിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ വട്ടോളിയുടെ കത്ത് കണ്ടപ്പോഴാണ് ഇത്രമാത്രം അബദ്ധങ്ങളാണല്ലോ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലായതും അത് മറ്റു പലരും പഠിപ്പിക്കുന്നത് അറിയുകയും ചെയ്തപ്പോഴാണ് നമ്മളതിന് മറുപടി കൊടുത്തത്. ഇനി വട്ടോളി രാജിക്കത്തിൽ അവസാനത്തെ പാരഗ്രാഫ്, 19ാമത്തെ പാരഗ്രാഫ്, ഞാൻ എന്തുകൊണ്ട് രാജിവെച്ചു എന്ന് വിശദമാക്കുന്ന ഈ കുറിപ്പിൽ ഇത്രയും കാര്യങ്ങൾ എഴുതിയത് യേശുവിൻ്റെ നാമത്തിലുള്ള ഈ പ്രസ്ഥാനം സമഗ്രമായ പൊളിച്ചെഴുത്തിന് പുതിയ തിരിച്ചറിവുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ പ്രസ്ഥാനം മുച്ചൂടും കുഴിച്ചു മൂടപ്പെടും എന്ന് സൂചിപ്പിക്കാനാണ്. യേശുവിൻ്റെ ആത്മാവിനാൽ നവീകരണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം. മതേതരമായ, മനുഷ്യത്വപരമായ, കാലികമായ, വസ്തുതാപരവും യുക്തിപരമായ ദർശനമാണ് യേശുവിൻ്റേത്. ശാസ്ത്രീയമായത് എന്ന് വേണമെങ്കിൽ പറയാം. നിന്റെ സ്വർഗരാജ്യ പ്രവേശനത്തിൻ്റെ താക്കോൽ പട്ടിണിക്കാരനെ, ദാഹിച്ച് വലയുന്നവൻ്റെ, നഗ്നത അനുഭവിക്കുന്നവൻ്റെ, കാരാഗ്രഹവാസിയുടെ, രോഗിയുടെ പക്കലാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം യേശു പ്രഖ്യാപിച്ചു. മത്തായി 25:31. ഏത് കാലത്തും ഏത് ദേശത്തും മനുഷ്യവർഗം നിലനിൽക്കുന്നിടത്തോളം കാലവും ഇത് പ്രസക്തമാണല്ലോ. ബ്രാക്കറ്റിൽ നേർച്ചക്കാഴ്ചകളും പ്രാർത്ഥനകളും പള്ളിയും പട്ടക്കാരനും മെത്രാനും അവിടെ ആരുടെയും സഹായത്തിന് എത്താൻ പറ്റൂല. ലൂക്കാസ് 16:19-31. മലയിലെ പ്രസംഗത്തിലൂടെ ഒരുവൻ്റെ ആത്മീയതയും യേശു സൂക്ഷ്മമായി നിർവചിച്ചു. ആത്മാവിൽ ദരിദ്രർ, വിലപിക്കുന്നവർ, ശാന്തശീലർ, നീതിക്ക് വേണ്ടി വിശക്കും ദാഹിക്കും ചെയ്യുന്നവർ. മത്തായി 5. ഇതിൽ ചില കാര്യങ്ങൾ ഗഹനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യണം. ചിലത് പെട്ടെന്ന് മറുപടി പറഞ്ഞു പോകാം. അപ്പോൾ ആദ്യം അത് ചെയ്തിട്ട് ഞാൻ ഗഹനമായ കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്ന്, ഈ പ്രസ്ഥാനം മുച്ചൂടും കുഴിച്ച് മൂടപ്പെടും. അതില്ല. അങ്ങനെ മുച്ചൂടും കുഴിച്ച് മൂടപ്പെട്ടാൽ ഇത് ക്രിസ്തു സ്ഥാപിച്ച സഭയാകില്ല, ദൈവസ്ഥാപിതമായ സഭയാകില്ല. ഈ കത്തോലിക്ക സഭയെ മുച്ചൂടും കുഴിച്ച് മൂടാനായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ മുസോളിനിയും കൂട്ടരും ശ്രമിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട്. ഈ മതപരമായിട്ട്
പ്രോട്ടസ്റ്റന്റ് സഭ ഒരുപക്ഷെ ഈ കത്തോലിക്ക സഭയെ വിഴുങ്ങിക്കളയുമെന്ന മട്ടിൽ വന്നതാണ്. എന്നിട്ടിപ്പോൾ പ്രോട്ടസ്റ്റന്റുകാർ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവരിൽ നിന്നും ചിന്ന ഭിന്നമായി പോകുകയാണ്. എന്നാലും ചർച്ചകൾ നടക്കുന്നു. ഒരുപാട് പ്രോട്ടസ്റ്റന്റ് സഭകളുമായിട്ട്, ലൂതറൻസായിട്ട്, ആംഗ്ലിക്കൻസായിട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നു. അവരും കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരാനായിട്ട്. അവർ തിരിച്ചു വരുമ്പോഴും ചിലപ്പോൾ ഒരു സൂയിയൂരി സഭയായിട്ടൊക്കെ ചിലപ്പോൾ വരുമായിരിക്കാം. നേരെ അങ്ങ് ലയിക്കാൻ സാധ്യതയില്ല. എങ്കിലും ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ പോയവരൊക്കെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് ചർച്ചകൾ നടക്കുകയാണ്. പോയ എളുപ്പത്തിൽ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. ഇതുപോലെ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. ഇസ്ലാം എന്തുമാത്രം ശ്രമിച്ചു ഈ ക്രിസ്തു ധർമ്മത്തെ. അവർ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയുന്നതാണ്, ഇല്ലേ, യഹൂദനെ കൊല്ലണം, ക്രിസ്ത്യാനിയെ കൊല്ലണം. അങ്ങനെ ശ്രമിച്ചിട്ട് എന്തുണ്ടായി? ഈ സാവർക്കർ എഴുതി വെച്ചിരിക്കുന്നതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ക്രിസ്ത്യാനികൾ മൊത്തം കൊല്ലണം, കമ്മ്യൂണിസ്റ്റുകാരെ കൊല്ലണം, അങ്ങനെ അല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ എല്ലാ കാലത്തും ഇങ്ങനെ മുച്ചൂടും കുഴിച്ചു മൂടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നടന്നാൽ അപ്പോൾ ഇത് ദൈവസ്ഥാപിതമല്ല, സഭ ദൈവസ്ഥാപിതമല്ലെന്ന് തെളിയും. അതല്ല, ക്രിസ്തുവാണ് സ്ഥാപിച്ചതെങ്കിൽ ഈ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും, വട്ടോളിയെ പോലുള്ള ഈ പ്രത്യയശാസ്ത്രക്കാരെ ശ്രമിച്ചിട്ട് ഉള്ളിൽ നിന്ന് ശ്രമിച്ചാലും നടക്കില്ല. ഇത് ദൈവസ്ഥാപിതമാണെങ്കിൽ മുച്ചൂടും കുഴിച്ച് മൂടാൻ കഴിയില്ല. മുച്ചൂടും കുഴിച്ച് മൂടിയാൽ അതിനർത്ഥം ദൈവസ്ഥാപിതമല്ല. 2, യേശുവിൻ്റെ ആത്മാവിൽ നവീകരണത്തിന് വിധേയപ്പെട്ട് ഈ പ്രസ്ഥാനം കൂടി ഉണ്ടാകണം. അത് കറക്റ്റ്. യേശുവിൻ്റെ ആത്മാവിനാൽ, കാർൽ മാർക്സിൻ്റെ ആത്മാവിനാലല്ല. പിന്നെ നിന്റെ സ്വർഗരാജ്യ പ്രവേശനത്തിന് താക്കോൽ പട്ടിണിക്കാരൻ്റെ, ദാഹിച്ച് വലയുന്നതിൻ്റെ, നഗ്നത അനുഭവിക്കുന്നതിൻ്റെ, കാരാഗ്രഹവാസ രോഗിയുടെ പക്കലാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം യേശു പ്രഖ്യാപിച്ചു. അത് കറക്റ്റ്. പക്ഷേ 1-ാം പ്രമാണമായി നൽകിയത് അതല്ല. 1-ാം പ്രമാണം, സുപ്രധാന കൽപ്പന, നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവ്വശക്തിയോടെ, സർവ്വശക്തി എന്ന് പറഞ്ഞ പണമാണ്, ദൈവത്തെ സ്നേഹിക്കുക. 1-ാം പ്രമാണം അതാണ്. 2-ാം പ്രമാണമാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക. അപ്പോൾ ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും തമ്മിൽ വേർപ്പെടുത്തുന്നിടത്താണ് വട്ടോളിയുടെ തെറ്റ്, വിമതോളികളുടെ തെറ്റ്, ഈ പ്രത്യയശാസ്ത്രക്കാരുടെ തെറ്റ്. ദൈവവും വേണം, ദൈവത്തിന് 1-ാം സ്ഥാനം. ആ ദൈവസ്നേഹത്തിന് പരസ്നേഹത്തെ വേർപ്പെടുത്താൻ പാടില്ല. പരസ്നേഹം മാത്രമായാൽ അത് സൽപ്രവൃത്തിയാകുള്ളൂ, പരസ്നേഹമാകില്ല. ദൈവത്തെ കൊടുക്കാത്ത ഏത് നല്ല പ്രവൃത്തിയും സൽപ്രവൃത്തിയാണ്, പരസ്നേഹമല്ല. കാരണം ദൈവസ്നേഹം പരസ്നേഹത്തിലാണ്, പരസ്നേഹം ദൈവസ്നേഹത്തിലാണ്. രണ്ടും ഇങ്ങനെ തൊട്ടടുത്തിരിക്കുകയല്ല, ഒന്ന് മറ്റതിലാണ്. ദൈവസ്നേഹം പരസ്നേഹത്തിലാണ്, പരസ്നേഹം ദൈവസ്നേഹത്തിലാണ്. രണ്ടും തമ്മിൽ വേർതിരിക്കാൻ പറ്റില്ല. ഇതിനാണ് ഡബിൾ ക്ലാമ്പ് ഓഫ് ലവ് എന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക 1-ാം പ്രമാണം, 2-ാം പ്രമാണമാണ് മനുഷ്യരെ സ്നേഹിക്കുക. അതുകൊണ്ട് സ്വർഗപ്രവേശനം താക്കോല് ഈ മനുഷ്യരെ സ്നേഹിക്കുന്നത് തന്നെയാണ്. പക്ഷെ ദൈവത്തെ ഈ അയൽക്കാരെ സ്നേഹിക്കാൻ പോയാൽ അത് സോഷ്യലിസമാകും, കമ്മ്യൂണിസമാകും. അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. പിന്നെ നേർച്ചക്കാഴ്ചകളും പ്രാർത്ഥനകളും പള്ളിയും പട്ടക്കാരനും മെത്രാനും വേണ്ട. അത് അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല. നേർച്ചക്കാഴ്ചകൾ വേണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? ഈ നേർച്ചയിടുന്ന സ്ഥലത്ത് കർത്താവ് പോയി ഇരുന്നു. പണക്കാർ നേർച്ചയിടുന്നു, ഒരു വിധവ കാശ് ഒരു 2 തുട്ട് ഇടുന്നു. ആരാണ് കൂടുതലിട്ടും കർത്താവ് വ്യാഖ്യാനിക്കുന്നു. നേർച്ചക്കാഴ്ചകൾ വേണ്ട എന്ന് കർത്താവ് അവിടെ പറഞ്ഞോ? ദശാംശം കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ലേ? നീതിയും സ്നേഹമില്ലാതെ ദശാംശം കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ ദശാംശം വേണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ഞാൻ മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. അതായത് നീതിയും സ്നേഹവും സത്യമൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വേണം ദശാംശം കൊടുക്കാനാണ് കർത്താവ് പറഞ്ഞത്. അത് വേണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പിന്നെ പ്രാർത്ഥന മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പള്ളിയും പട്ടക്കാരും ഉണ്ടാകാൻ വേണ്ടിയാണ് കർത്താവ് പുരോഹിതന്മാരെ വാഴിച്ചതും മെത്രമാരെ വാഴിച്ചതും സ്ലീഹന്മാരെ തിരഞ്ഞെടുത്തതും. പിന്നെ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ് കുർബാന സ്ഥാപിച്ചു. മാമോദിസ സ്വീകരിച്ചാൽ രക്ഷ പ്രാപിക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു വചനത്തിന് അമിതമായ പ്രാധാന്യം കൊടുത്തിട്ട് കർത്താവിൻ്റെ മറ്റുള്ള വചനങ്ങളെ തമസ്കരിക്കുന്നത് ശരിയായ രീതിയല്ല. കയ്യടി കിട്ടാനൊക്കെ ഇത് മതിയാവും. പക്ഷേ അത് അങ്ങനെ ഈ സുകുമാരക്കൊക്കെ പ്രസംഗിക്കും ഞാൻ കേട്ടിട്ടുണ്ട്. ആ തരത്തിലുള്ള പള്ളി പ്രസംഗം ഈ കയ്യടി കിട്ടുന്ന പ്രസംഗം കൊണ്ട് ഒരു വചനത്തിനും അമിതമായി പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങൾ മുഴുവൻ തമസ്കരിക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല. കുണ്ടുകുളം പിതാവ് സ്ഥിരമായിട്ട് പ്രസംഗിച്ചിരുന്നത് ഈ മത്തായി 25:31 കുറിച്ചാണ്. അത് മാത്രമായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആള് മാതൃകയാക്കുന്നത് അതായിരിക്കാം. ആ കാലം മാറി. അന്ന് അത് മതിയായിരുന്നു. പക്ഷെ അതല്ല, ഒരു വചനത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുകയും മറ്റുള്ള മുഴുവൻ തമസ്കരിക്കുകയും ചെയ്യുന്നത് കർത്താവിൻ്റെ രീതിയല്ല. പിന്നെ മലയിലെ പ്രസംഗത്തിലൂടെ ഓരോരുത്തരും ആത്മീയത യേശു സൂക്ഷ്മമായി നിർവചിച്ചു. ആത്മാവിൽ ദരിദ്രർ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വിലപിക്കുന്നവർ, ശാന്തശീലർ, നീതിക്ക് വേണ്ടി വിചക്കും ദാഹിക്കുകയും ചെയ്യുന്നവർ. വിലപിക്കുന്നവരാരാണ്?
ഇപ്പോൾ എറണാകുളത്തെ സത്യവിശ്വാസികളാണ് വിലപിക്കുന്നത്. എന്താ കാര്യം? സഭയുടെ തലപ്പത്തിരിക്കുന്ന 2 മെത്രാന്മാർ, എറണാകുളത്തിൻ്റെ അധികാരമുള്ള 2 മെത്രാന്മാർ വിമതർക്കനുകൂലമായി പാപ്പാവിരുദ്ധരുമായി കൂട്ടുചേർന്ന് സഭാവിരുദ്ധർക്ക് അനുകൂലമായി ഈ ഇല്ലിസിറ്റ് കുർബാന അനുവദിച്ചിരിക്കുകയാണ്. ജനങ്ങൾ ആകെ ആശങ്കയിലാണ്, സങ്കടത്തിലാണ്. പക്ഷെ അവർ ടോട്ടലി നിസ്സഹായരാണ്. കാരണം എന്താ? സഭയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന 2 പേരാണ് ഈ പാപ്പാവിരുദ്ധ നിലപാട് എടുത്തിരിക്കുന്നത്, സഭാവിരുദ്ധ നിലപാട് എടുത്തിരിക്കുന്നത്, ഇല്ലിസിറ്റ് കുർബാനയ്ക്ക് അനുകൂലമായ നിലപാട് എടുത്തിരിക്കുന്നത്, ആക്രമണകാരികളായ മുന്നേറ്റക്കാർക്കും വിമതർക്കും അനുകൂലമായ നിലപാട് എടുത്തിരിക്കുന്നത്. സത്യവിശ്വാസികൾ എന്ത് ചെയ്യും? നിസ്സഹായരാകുമ്പോൾ എന്ത് ചെയ്യും? ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ദൈവത്തെ വിളിച്ച് ദൈവം ആ വിലാപം കേൾക്കും. എപ്പോഴാണോ അവൻ മറുപടി നൽകുക എന്ന് കൃത്യം അറിയില്ല. കാരണം എന്താണ്? അവൻ ഒരു നിശ്ചിത അളവ് പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. നിശ്ചിത രക്തസാക്ഷികളുടെ എണ്ണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെളിപാട് പുസ്തകം 6-ാമത്തെ അധ്യായം 9 മുതൽ 13 വരെ. ഇത്രയും നിശ്ചിതം രക്തസാക്ഷികളായാലാണ് കർത്താവ് പ്രാർത്ഥന കേൾക്കുക. ഇത്തരം പ്രാർത്ഥന എത്തിയാലാണ് പ്രാർത്ഥന കേൾക്കുക. സ്വതം ഗൊമാരയ്ക്കെതിരെ സ്വർഗത്തോളം മുട്ടുന്ന പ്രാർത്ഥന വന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചത് ശരിയാണെന്നൊരു സ്പോട്ട് ഇൻസ്പെക്ഷൻ നടത്താൻ ദൈവം ഇറങ്ങി വന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാമിനെ കാണാൻ വരുന്ന കഥയിൽ. അപ്പോൾ ദൈവത്തിന് മുമ്പിൽ വിലാപം അർപ്പിക്കുന്നത് സീറോ മലബാർ സഭയിലെ സത്യവിശ്വാസികൾ മുഴുവനാണ്, പ്രത്യേകിച്ച് എറണാകുളത്തെ സത്യവിശ്വാസികളാണ്. അത് വട്ടോളിക്കും വിമതോളികൾക്കും മുന്നേറ്റക്കാർക്കും സഭയിലെ 2 മെത്രാന്മാർക്കെതിരെയാണ്. കർത്താവ് പ്രാർത്ഥന കേൾക്കുമെന്നുള്ള പ്രത്യാശയിലാണ് ഞങ്ങൾ വിലപിക്കുന്നത്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യും ഞങ്ങളാണ്. കാരണം നീതി എന്ന് പറയുന്നത് ഈ സഭ അംഗീകരിച്ച കുർബാനയാണ്. അതിന് പകരം ഇല്ലിസിറ്റ് കുർബാന അനീതിയാണ്. അപ്പോൾ സത്യത്തിൽ നീതിക്ക് വേണ്ടി ഞങ്ങളല്ലേ ദാഹിക്കുന്നത്, ഞങ്ങളല്ലേ വിശക്കുന്നത്. ആ പ്രാർത്ഥന കർത്താവ് കേൾക്കും. എന്നാണ് നിങ്ങൾ തട്ടിമറിച്ചിടുക എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് ഈ വട്ടോളി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും വട്ടോളിക്കെതിരെയാണ്. അതങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ സത്യവിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി കുറച്ച് കാര്യങ്ങൾ ഗഹനമായിട്ട് പോകാം. സമഗ്രമായ ഒരു പൊളിച്ചെഴുത്ത് വേണം. അതിനാണ് ഈ രാജിക്കത്തിൽ ഇത്ര കാര്യം സൂചിപ്പിച്ചത്. സമഗ്രമായ പൊളിച്ചെഴുത്ത്. സമഗ്രമായി പൊളിച്ചെഴുത്ത് എന്നല്ല ആ വാക്ക്, അത് സത്യത്തിൽ നല്ലൊരു വാക്കാണ്. 2-ാം വത്തിക്കാൻ സൂനോദോസ് വിളിച്ചു കൂട്ടുമ്പോൾ ജോൺ 23 മാർപ്പാപ്പ ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ട്. അഗ്യോർണമെന്തോ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അഗ്യോർണമെന്തോ, ഇറ്റാലിയൻ. പുതിയ വസന്തം, പുതിയ പെന്തക്കോസ്ത എന്നൊക്കെ അതിനെ പറയാറുണ്ടെങ്കിലും ശരിക്കും അതിൻ്റെ ആക്ഷരികം പറഞ്ഞാൽ കാലികമാക്കാൻ. അത് ആ വാക്ക് വട്ടോളി ഉപയോഗിക്കുന്നുണ്ട്. കാലികമാക്കാൻ, അപ്ഡേറ്റ് ചെയ്യാൻ, അപ് ടു ഡേറ്റ് ആക്കാൻ. സഭയെ ആധുനികമാക്കാൻ എന്ന് പറയും, പക്ഷെ അത് ഫാഷൻ്റെ പിന്നാലെ പോകുന്ന അർത്ഥത്തിലല്ല. മോഡേണൈസ് എന്ന് പറഞ്ഞാൽ അതത് കാലത്തിന് ചേർന്നാക്കാന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ഈ കാലികമാക്കുക, അപ് ടു ഡേറ്റ് ആക്കുക, അപ്ഡേറ്റ് ചെയ്യുക, സഭയെ അപ്ഡേറ്റ് ചെയ്യാനാണ് അഗ്യോർണമെന്തോ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇദ്ദേഹം ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നത്. കാരണം 1958 ഒക്ടോബർ മാസത്തിൽ പിയൂസ് 12 മാർപ്പാപ്പ മരിച്ചു. പിയൂസ് 12 മാർപ്പാപ്പ വളരെ എന്താ പറയുക ഗംഭീരമായ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള മാർപ്പാപ്പയാണ്. അദ്ദേഹം മരിച്ചു. എന്നിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 77 വയസ്സുള്ള ഈ ജോൺ 23 മാർപ്പാപ്പയാണ്. 77 വയസ്സുണ്ടെന്ന്. വളരെ തടിയുണ്ട്, നന്നായിട്ട് ഭക്ഷണം കഴിക്കും, നല്ല തമാശ പറയും. ആരും പ്രതീക്ഷിച്ചില്ല പുള്ളി റിട്ടേൺ ടിക്കറ്റിനുള്ള ട്രെയിൻ ടിക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിരുന്നത്. പക്ഷേ പുള്ളി മാർപ്പാപ്പയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 3 മാസം കഴിഞ്ഞ് ജനുവരി മാസം 1959 ജനുവരി മാസം 25-ാം തീയതി പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ തിരുനാളിൻ്റെ അന്ന് റോമയിലെ 4 വലിയ ബസിലിക്കയിലെ ഒരു ബസിലിക്കയാണ്, സിറ്റിയുടെ ഈ നഗര മതിലിന് പുറത്ത് ഉള്ള ബസിലിക്കയാണ് പൗലോസിൻ്റെ പേരിലുള്ള ബസിലിക്ക. ആ ബസിലിക്കയിൽ വെച്ച് ഞെട്ടിക്കുന്നൊരു പ്രഖ്യാപനം നടത്തി. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, റോമാരൂപതയുടെ ഒരു സിനഡ് ഉണ്ടാകും, റോമാരൂപതയുടെ. 2 സാർവത്രിക സഭയുടെ ഒരു സൂനോദോസ്, 2-ാം വത്തിക്കാൻ സൂനോദോസ്. കേട്ട കർദിനാൾമാരെല്ലാം ഞെട്ടിപ്പോയി. അവരെല്ലാം മൗനത്തിലേക്ക് ആണ്ടു എന്നാണ്. കാരണം ഇങ്ങനൊരു പ്രഖ്യാപനം, അതും മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട് 77 വയസ്സുള്ള ഒരു വൃദ്ധൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. അദ്ദേഹമാണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനു വേണ്ടി ഒരുപാട് ഈ കൗൺസിൽ തുടങ്ങുന്നത് 62-ലാണ്. 59 ജനുവരി മാസത്തിൽ പ്രഖ്യാപനം. അപ്പോൾ പ്രിപ്പറേഷൻസ് വേണമല്ലോ. അപ്പോൾ 62-ലാണ് തുടങ്ങുന്നത് കൗൺസിൽ. അപ്പോൾ ഇങ്ങനെ ഈ റോമൻ കൂരിയ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങി. ഇതിനു വേണ്ടി 10 കമ്മീഷനുകൾ സെറ്റ് ചെയ്തു. ഓരോ കമ്മീഷനകത്തും 24 പേര്. പിന്നെ കമ്മിറ്റികൾ 70 രേഖകൾ തയ്യാറാക്കി. ഈ സൂനോദോസ് ചർച്ച ചെയ്യാനുള്ള 70 രേഖകൾ. അങ്ങനെ 59 ജനുവരിയിൽ തുടങ്ങി
60 ജനുവരി, 61 ജനുവരി, 61 നവംബർ 20 യൂറോപ്പിലെ മെത്രാന്മാർക്കായിട്ട് കൊളോൺ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് ഫ്രിങ്സ് ഒരു പ്രസംഗം പറഞ്ഞു. പ്രസംഗം പറഞ്ഞത് മെത്രാപ്പൊലീത്തയാണ്. പക്ഷെ പ്രസംഗം എഴുതി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന കൊച്ചച്ഛനാണ്. കൊച്ചച്ഛൻ എന്ന് പറയാൻ പറ്റില്ല, 34 വയസ്സുള്ള ഒരു ജോസഫ് റാറ്റ്സിംഗർ. 34 വയസ്സുള്ള ജോസഫ് റാറ്റ്സിംഗർ. അദ്ദേഹം ജനിച്ച 1927 ഏപ്രിൽ 16 ദുഃഖശനിയാഴ്ച മോർണിംഗിലാണ്. അപ്പം അദ്ദേഹം ഈ 34 വയസ്സുള്ള ഒരു കൊച്ചച്ഛനാണ് ഈ മെത്രാപ്പൊലീത്തയ്ക്ക് പ്രസംഗം എഴുതി കൊടുത്തത്. ആ പ്രസംഗം വായിച്ചു. ഈ വായിച്ചു കേട്ട പ്രസംഗത്തെക്കുറിച്ച് മാർപ്പാപ്പയുടെ മുമ്പിൽ കാര്യങ്ങളെത്തി. ഈ കർദിനാൾ ഫ്രിങ്സിനെ ജോൺ 23 മാർപ്പാപ്പ വിളിച്ചിട്ട് പറഞ്ഞു, ആ കൊച്ചച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ ജോസഫ് റാറ്റ്സിംഗർ, പിന്നീട് ബെനഡിക്ട് 16 എന്ന് പറഞ്ഞ മാർപ്പാപ്പ, ഈ കൊച്ചച്ഛനെ മാർപ്പാപ്പ കാണുകയാണ്. ഭൂമിയുടെ ഉപ്പ് എന്ന പുസ്തകമുണ്ട്, നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടും, ഞാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈ മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് ബെനഡിക്ട് 16 ഒരു ഇൻ്റർവ്യൂ ആണ്. അതിനു മുമ്പ് 90കളിൽ ബെനഡിക്ട്, അതായത് ജോസഫ് റാറ്റ്സിംഗർ മാർപ്പാപ്പയായാൽ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. 90കളിൽ അദ്ദേഹം മാർപ്പാപ്പയാവുന്നത് 2005 പക്ഷേ 90കളിൽ ജോസഫ് റാറ്റ്സിംഗർ മാർപ്പാപ്പയായാൽ എന്നൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ കിട്ടും അത്. ഞാൻ ഇദ്ദേഹം മാർപ്പാപ്പയാകുന്നതിന് മുമ്പുള്ള ഇൻ്റർവ്യൂ ഞാൻ തർജ്ജമ ചെയ്തിട്ട് ഭൂമിയുടെ ഉപ്പ് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ കിട്ടും അത്. അതിൽ ഈ പറഞ്ഞ പ്രസംഗത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഈ പ്രസംഗത്തിൽ? അതായത് ഈ പ്രസംഗം കേട്ടപ്പോൾ മാർപ്പാപ്പ റോമൻ കൂരിയോട് പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ കമ്മീഷനും പിരിച്ചുവിടുക, എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിടുക, 70 രേഖകളും മാറ്റിവെക്കുക. 2.5 കൊല്ലം കൊണ്ട് തയ്യാറാക്കിയ കമ്മിറ്റി, പിന്നെ 70 രേഖകൾ എല്ലാം മാറ്റിവെക്കുക. എന്താ കാര്യം? സംഗതി ഇതുവരെ നമ്മൾ ചെയ്ത പോലെ അല്ല ഇനി പോകേണ്ടത്. അപ്പോൾ അത്രമാത്രം മാറ്റം വരുത്തിയ ഒരു പ്രസംഗമായിരുന്നു ജോസഫ് റാറ്റ്സിംഗർ എന്ന് പറഞ്ഞ 34 വയസ്സുള്ള അച്ഛൻ എഴുതി കൊടുത്തത്. അപ്പോൾ എന്തായിരുന്നു റാറ്റ്സിംഗർ തൻ്റെ പ്രസംഗത്തിൽ എഴുതിയത്? അദ്ദേഹം പറഞ്ഞതാണ്, ക്രിസ്തു നൽകിയ അടിസ്ഥാന കാര്യങ്ങൾ പൊളിച്ചെഴുതാൻ പറ്റില്ല. പൊളിച്ചെഴുത്തുന്നാണല്ലോ വട്ടോളി പറയണേ. റാറ്റ്സിംഗർ പറഞ്ഞു, ക്രിസ്തു നൽകിയ അടിസ്ഥാന സംഗതികൾ പൊളിച്ചെഴുതാൻ കഴിയില്ല. അത് ദൈവദത്തമായി കിട്ടിയതാണ്. അപ്പോൾ ആധുനികവൽക്കരണം, പൊളിച്ചെഴുത്തെന്നൊക്കെ പറഞ്ഞാൽ നശിപ്പിക്കലല്ല, നവീകരണമാണ്. അദ്ദേഹം പറഞ്ഞതാണ്, പൊളിച്ചെഴുത്തെന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ളൊക്കെ നശിപ്പിക്കലല്ല, നവീകരിക്കലാണ്. അതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇവരുണ്ടാക്കി വെച്ച രേഖ, റോമൻ കൂരി ഉണ്ടാക്കി വെച്ച രേഖയിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: വെളിപാടിന് 2 ഉറവിടങ്ങളുണ്ട്, വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും. അങ്ങനെയാണ് തയ്യാറാക്കി വെച്ചിരുന്നത് ഈ കമ്മീഷനും കമ്മിറ്റിയും രേഖകൾ. റാറ്റ്സിംഗറുടെ പ്രസംഗത്തിൽ പറഞ്ഞു, അല്ല, ഇല്ല, വെളിപാടിന് ഒരൊറ്റ ഉറവിടേ ഉള്ളൂ, അത് ദൈവവചനമാണ്. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും, അങ്ങനെ 2 ഉറവിടമുണ്ട് വെളിപാടിനെന്നാണ് എഴുതി വെച്ചിരുന്നത്. റാറ്റ്സിംഗർ പറഞ്ഞു, ഇല്ല, വെളിപാടിന് ഒറ്റ ഉറവിടമേ ഉള്ളൂ, ദൈവവചനം, വെർബും. അങ്ങനെ ഒരു രേഖയുണ്ട് വത്തിക്കാൻ സുഗന്ധത്തിൽ. അത് ഈ റാറ്റ്സിംഗറിൻ്റെ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് റാറ്റ്സിംഗർ പറയാണ്, ആ ദൈവവചനം ഒരാളാണ്. ഹെബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം. ദൈവവചനം ഒരാളാണ്. അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും ജീവിതവും അവനിൽ സംഭവിച്ചതാണ് വെളിപാട്. ഒറ്റ ഉറവിടേ ഉള്ളൂ. അതിൽ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ മേഖലയിലും റാറ്റ്സിംഗറിൻ്റെ മുദ്ര പതിഞ്ഞു. അപ്പോൾ സഭ ആധുനികമാകാൻ, കാലികമാകാൻ, സമഗ്രമായി പുതുക്കാൻ അതിനെന്താണ് വേണ്ടത്? അദ്ദേഹം ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, സഭയുടെ നിധി അടച്ചു കെട്ടി വെക്കാതിരിക്കുക. സഭ എന്ന നിധി, സഭയിലുള്ള നിധി അടച്ചു പൂട്ടി വെക്കാതിരിക്കുക. സഭയുടെ ജനലുകൾ തുറന്നിടുക, സഭയുടെ ജാലകങ്ങൾ തുറന്നിടുക. എല്ലാവരും ദൈവം സഭയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആ നിധി അനുഭവിക്കട്ടെ. മാറ്റത്തിൻ്റെ കാറ്റ് സഭയിലേക്കും സഭയിൽ നിന്ന് പുറത്തേക്കും പടരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്നേഹം, ദൈവസ്നേഹവും പരസ്നേഹവും പടരട്ടെ, ക്രിസ്തുവിലുള്ള വിശ്വാസം പടരട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മറ്റ് മതങ്ങളിൽ നല്ല വശങ്ങൾ നിഷേധിക്കരുത്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് നോസ്ട്രെ എത്താത്തെ എന്നുള്ള ഇൻ അവർ ടൈം എന്ന് പറഞ്ഞിട്ട് സഭയും മറ്റ് മതങ്ങൾ നമ്മളെ ബന്ധം തൊട്ടൊരു വത്തിക്കാൻ സുഗന്ധത്തിലെ രേഖയുണ്ടായത്. മറ്റ് മതങ്ങളിലെ നന്മ നിഷേധിക്കരുത്, പക്ഷേ ക്രിസ്തു എന്ന് പറയുന്ന ആ അതുല്യ ആളത്വം, അനന്യമായ
ഇതപരന്ത് ഉണ്ടാകാത്ത ഇന്ന് ഉണ്ടാകാൻ പറ്റാത്ത ആ ക്രിസ്തു എന്ന ആ ആളാണ് ദൈവവചനം. അത് ലോകത്തോട് പ്രസംഗിക്കണം. എന്നിട്ട് അതൊക്കെ ഒരു കാര്യം കൂടി പറഞ്ഞു, അന്ധകാരത്തിൽ തപ്പിത്തടയാണ് ലോകം. കാരണം ഈ ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, പിന്നെ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. അപ്പോൾ ലോകം മുഴുവൻ തപ്പിത്തടയാണ്. ആ ലോകത്തിന് മുമ്പിൽ ക്രിസ്തു ധർമ്മത്തെ പുതിയൊരു സാധ്യതയായിട്ട് അവതരിപ്പിക്കുക. അതായത് യു ട്രൈ ജീസസ്. നിങ്ങൾ പല മരുന്നും പരീക്ഷിച്ചല്ലോ, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ക്രിസ്തു എന്ന ആളെ, സഭ എന്ന ആളെ. അങ്ങനെയാണ് റാറ്റ്സിംഗർ പറഞ്ഞത്. അതിന് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, ഐക്യതയുടെ അടയാളമായിട്ട് ലിറ്റർജി. ഐക്യതയുടെ അടയാളമായി ലിറ്റർജി. അതായത് വിശ്വാസത്തിന് ചേരാത്ത ചമയങ്ങൾ മാറ്റി ആഴമേറിയ വിശ്വാസത്തിൽ ചേരുന്ന ചമയങ്ങളുമായി ലിറ്റർജി ആഘോഷിക്കുക. അതിന് വേണമെങ്കിൽ വെർണാക്കുലർ ആകാം, അതായത് തദ്ദേശീയ ഭാഷകൾ ഉപയോഗിക്കാം. ലിറ്റർജി ആളുകളിലേക്കും ലോകത്തേക്കും അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് വെർണാക്കുലർ ഉപയോഗിക്കാൻ പറഞ്ഞത്. വെർണാക്കുലർ എന്ന് പറഞ്ഞാൽ തദ്ദേശീയ ഭാഷകൾ, അല്ലാതെ ലിറ്റർജിയുടെ അന്തസത്ത ചോർത്തിക്കളയാനല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, കത്തോലിക്ക സഭയുടെ ഉള്ളിലുള്ള ഓരോ സഭയുടെയും വിശ്വാസത്തിൻ്റെ പ്രകാശനമാകണം ലിറ്റർജി. വെറും നടപ്പുകളുടെയോ സമ്പ്രദായങ്ങളുടെയോ സാംസ്കാരികമായ തിരിച്ചെടുപ്പുകളോ ആകരുത് ലിറ്റർജി. അദ്ദേഹം അതിന് ഉപയോഗിച്ച വാക്ക് ആഴപ്പെടുക എന്നാണ്. ആഴപ്പെടുക എന്നുള്ളതിന് നമുക്ക് പലതരത്തിൽ മനസ്സിലാക്കാം. ഞാൻ 3 കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഒന്ന്, ആഴത്തിലേക്ക് വലയെറിയുക. യോഹന്നാൻ സുവിശേഷം 21 വശം മാറി ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ലൂക്ക് 5 അതാണ്. അപ്പോൾ ആഴത്തിലേക്ക് പോകാനാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത്. 2, കെട്ടിടം എന്ന് സഭയെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ പൊളിച്ചിട്ടെന്ന് പറഞ്ഞാൽ അത് അടിത്തറ മാന്തി പൊളിക്കാനാണോ? അല്ല. അദ്ദേഹം പറഞ്ഞു 1 കൊരിന്ത്യർ 3:11-14 പറയുന്നുണ്ട്, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. അതിന് പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ പറ്റില്ല. ഇനി മറ്റൊരു അടിത്തറ ഇടാൻ പറ്റില്ല. അപ്പോൾ പൊളിച്ച് കളയാന്ന് പറഞ്ഞാൽ, പൊളിച്ചെഴുത്തെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു അടിസ്ഥാനം പൊളിച്ച് മാറ്റാൻ പറ്റില്ല. ഈ അടിത്തറ മാറ്റാൻ പറ്റില്ല. ആ അടിസ്ഥാനത്തിന്മേൽ സ്വർണമോ വെള്ളിയോ വിലയേറിയ കല്ലോ തടിയോ പുല്ലോ വൈക്കോലൊക്കെ ഉപയോഗിച്ച് പണിയാം. പക്ഷെ അടിത്തറ മാറ്റാൻ പറ്റില്ല. സ്വർണം കൊണ്ട് പണിയാം, വെള്ളി കൊണ്ട് പണിയാം. അതൊക്കെ ഓരോരുത്തരുടെയും ഓരോ സഭകളുടെയും യുക്തമാണ്. ചുരുക്കത്തിൽ പൊളിച്ചെഴുത്തെന്ന് പറഞ്ഞാൽ നശിപ്പിക്കലല്ല, ബുൾഡോസർ കൊണ്ടുവന്ന് മൊത്തം പൊളിച്ചു കളയലല്ല, നവീകരിക്കലാണ്. പിന്നെ സഭയ്ക്കുള്ള മറ്റൊരു പ്രതീകമാണ് വൃക്ഷം. അപ്പോൾ ആഴത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ വേരുകൾ എത്രമാത്രം ആഴത്തിലേക്ക് പോകുമോ അത്രത്തോളമാണ് ശാഖകൾ ഇങ്ങനെ പടരുക. ആഴത്തിലേക്ക് പോകുമ്പോൾ വിശാലമാകും. ഇതാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത്, പ്രത്യേകിച്ചും ലിറ്റർജിയിലൊക്കെ. അപ്പോൾ വെളിപാട്, ലിറ്റർജി, മറ്റു മതങ്ങളുമായ ബന്ധം, ഇത്തരം കാര്യങ്ങളാണ് ബെനഡിക്ട് മാർപ്പാപ്പ ഈ പൊളിച്ചെഴുത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ കാലികമാക്കാൻ വേണ്ടത്. ഇത് ഒരു പക്ഷേ വട്ടോളി വായിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ തർജ്ജമ ചെയ്തെങ്കിലും പുസ്തകം ബെനഡിക്ട് മാർപ്പാപ്പയുടെയാണ്. അതുകൊണ്ട് ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശമൊക്കെ ഒന്ന് വട്ടോളി വായിക്കണം. ഇപ്പോൾ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ. ഇനി മതേതരമായ, വട്ടോളിയുടെ വാക്കുകൾ ഞാൻ വായിക്കുകയാണ്, മതേതരമായ, മനുഷ്യത്വപരമായ, കാലികമായ, വസ്തുതാപരവും യുക്തിപരവുമായ ഒരു ദർശനമാണ് യേശുവിൻ്റേത്. ശാസ്ത്രീയമായത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ചില കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും കാതലായൊരു പ്രശ്നമാണ് വാസ്തവത്തിൽ വട്ടോളിയുടെ ഈ രാജിക്കത്തിനകത്തുള്ളത്. കാതലായ പ്രശ്നത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? മതേതരമായ, മനുഷ്യത്വപരമായ, കാലികമായ, വസ്തുതാപരവും യുക്തിപരമായ ദർശനമാണ് യേശുവിൻ്റേത്. ഇതിൽ മതേതരമായ എന്നുള്ളത് യോജിക്കാൻ പറ്റുന്നതല്ല. മതേതരമായ രീതിയല്ല ക്രിസ്തുവിൻ്റേത്. എന്നെ ഏറ്റുപറയുന്നവൻ ഞാൻ ഏറ്റുപറയും, എന്നെ ഏറ്റുപറയാത്തവനെ ഞാനും ഏറ്റുപറയില്ല, തള്ളിപ്പറയുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലെത്തുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ രക്ഷയ്ക്കായി ഈശോ എന്ന നാമമല്ലാതെ മറ്റൊന്നും നൽകപ്പെട്ടിട്ടില്ല. അതിനാൽ സകല ജനതകളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിക്കുന്നതിന് മാമോദിസം മുക്കണം. അപ്പോൾ ഇത് കർത്താവ് പറഞ്ഞതാ. അതുകൊണ്ട് മതേതരമായ ഒരു കാഴ്ചപ്പാട്, മതമേതായാലും കുഴപ്പമില്ലെന്ന കാഴ്ചപ്പാട് കർത്താവിനില്ല. ആരും സുവിശേഷം സ്വീകരിക്കാൻ നിർബന്ധിക്കേണ്ട, വിശ്വസിക്കുന്നവനെ മാത്രം മാമോദിസം മുക്കിയാൽ മതി. പക്ഷേ പ്രസംഗിക്കേണ്ടതുണ്ട്.
മതേതരത്വം എന്ന രീതി തന്നെ യേശു നിഷേധിക്കുന്നു. വട്ടോളിയുടെയും വിമതരുടെയും മുന്നേറ്റക്കാരുടെയും നിലപാടിനെയും ഇക്കാരണത്താൽ കർത്താവ് നിഷേധിക്കുന്നു. മതേതരത്വം യേശു ക്രിസ്തുവിൻ്റെ നിലപാടല്ല. പിതാവിലേക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ലോകരക്ഷകനായിട്ട് ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. കാരണം വളരെ സിമ്പിളാണ്. മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അപ്പോൾ മരിച്ചിട്ടും പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ യേശു ക്രിസ്തു തുറന്ന വഴിയല്ലാതെ വേറൊരു വഴിയില്ല. രാമനോ കൃഷ്ണനോ ബുദ്ധനോ മുഹമ്മദോ ഇവരാരും തന്നെ മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അവർക്ക് എങ്ങനെയാണ് ലോകത്തിൻ്റെ രക്ഷകനാകാൻ കഴിയുക? പക്ഷെ ആ മതങ്ങളിൽ നന്മകളുണ്ട്. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാകാം, അതിൽ നന്മകളുണ്ട്. അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ രക്ഷ പ്രാപിക്കാൻ അത് പോരാ. അപ്പോൾ മതേതരത്വം എന്ന കാഴ്ചപ്പാട് കർത്താവിനില്ല. എല്ലാ മതങ്ങൾക്കും പ്രസംഗിക്കാം, എല്ലാ മതങ്ങൾക്കും അതിന് സ്വാതന്ത്ര്യം വേണം. ഇഷ്ടമുള്ളത് സ്വീകരിക്കുക, അത് വേറെ കാര്യം. പക്ഷെ സ്വാതന്ത്ര്യം വേണം. വാസ്തവത്തിൽ ഈ വട്ടോളി പറയുന്നത് വട്ടോളിയുടെയോ വിമതരുടെയോ മാത്രം പ്രശ്നമല്ല. ഇപ്പോഴും പല സെമിനാരികളും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ബുദ്ധനെ പോലെ, കൃഷ്ണനെ പോലെ, രാമനെ പോലെ, മുഹമ്മദിനെ പോലെ ഒരു പ്രവാചകനാണ് യേശു എന്ന് പഠിപ്പിക്കുന്ന സെമിനാരികളുണ്ട് ഇപ്പോഴും. അപ്പോൾ ഈ കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാരിൽ പലരുടെയും പ്രശ്നമാണ് ഈ വട്ടോളി പങ്കുവെക്കുന്നത്. അതായത് യേശുവിനെ പ്രസംഗിക്കുന്നത് അപകടമാണെന്നും അതിനാൽ മതേതരത്വം മതി, മറ്റ് മതങ്ങളൊക്കെ ശരിയാണ്, അതുകൊണ്ട് ഏതായാലും വിശ്വസിച്ചാൽ മതി, എല്ലാ മതങ്ങളും ഒരുപോലെയാണ് എന്ന കെണിയാണ് പല സെമിനാരികളും ദൈവശാസ്ത്രജ്ഞന്മാരെ പഠിപ്പിക്കുന്നത്. അത് വട്ടോളി അത് എഴുതി വെച്ചെന്ന് മാത്രം എഴുതി പറഞ്ഞു. ഈ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കാൻ 2025 ഇപ്പോൾ 100 വർഷമായി RSS ഉണ്ടായിട്ട്. 100 വർഷം കൊണ്ട് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ് RSS. അപ്പോൾ 2025 ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല, അതുകൊണ്ട് പ്രഖ്യാപിച്ചില്ല. എങ്കിലും അവർ ആഗ്രഹം തള്ളിക്കളഞ്ഞിട്ടുണ്ടോ, ആശയം തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഇല്ല. 2047 ഇന്ത്യയെ മുസ്ലിം രാഷ്ട്രമാക്കണമെന്നുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് മതേതരത്വം പറഞ്ഞ് ക്രിസ്ത്യാനി പോകുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികളുടെ ആളുകളൊക്കെ മക്കളൊക്കെ ഈ മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്കും പിന്നെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള സംഘടനയിലേക്കും RSSലേക്കൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നു. കാരണം എന്താ? മതം ഏതായാലും കുഴപ്പമില്ലെന്ന് ക്രിസ്ത്യാനികളുടെ മതബോധനത്തിൽ പഠിപ്പിക്കുന്നു. തെറ്റായ വട്ടോളിസം, തെറ്റായ വിമതോളിസം, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് വാസ്തവത്തിൽ മെത്രാന്മാർ വളരെ ഗൗരവത്തോടെ അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ. ഇത് ചെറിയൊരു പ്രശ്നമല്ല. വട്ടോളിയുടെ രാജിക്കത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇത് ദൈവശാസ്ത്രജ്ഞന്മാർ സെമിനാരിൽ പഠിപ്പിക്കുന്ന അപകടകരമായ തെറ്റായ സിദ്ധാന്തമാണ്. പേടിച്ചിട്ടാണ് ഈ ദൈവശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. സത്യം മറച്ചു വയ്ക്കുകയാണ്. അപ്പോൾ സമഗ്രമായി പൊളിച്ചെഴുത്ത് വേണ്ടത് മതേതരത്വം എന്ന കപട നിലപാടിനാണ്. അത് പഠിപ്പിക്കുന്ന നമ്മുടെ കത്തോലിക്ക മതബോധന രീതികൾക്കാണ്. യേശുവിൻ്റെത് കാലികമാണ്, മനുഷ്യത്വപരമാണ്, ശാസ്ത്രീയമാണ്. അത് വട്ടോളി എഴുതിയിരിക്കുക തീർച്ചയായിട്ടുമാണ്. പക്ഷെ അത് വട്ടോളി പറഞ്ഞ അർത്ഥത്തിലല്ല. യേശു കാലികമാണ്. അതെന്തുകൊണ്ടാണ്? അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. അപ്പോൾ എല്ലാവർക്കും സമകാലികനാണ് യേശു. എല്ലാവർക്കും കാലികമാണ് കർത്താവ്. കാരണം അവൻ ഇന്നലെയും ഇന്നും നാളെയും ഒന്ന് തന്നെ. ഹെബ്രായ ലേഖനം പറയുകയാണ്, യേശു ക്രിസ്തു ഏത് തലമുറ ഉള്ളവർക്കും സമകാലികനാണ്, കാലികമാണ്. അത് അവൻ മരിച്ചവൻ ഉത്ഥാനം ചെയ്ത് ഇന്ന് ജീവിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവൻ ഭൂതകാലത്തൊരു ചരിത്ര പുരുഷൻ മാത്രമായിട്ട് മാറിപ്പോയാനെ. കർത്താവ് ഇന്ന് ഓരോരുത്തരും കാലികനായതുകൊണ്ട്, സമകാലികനായതുകൊണ്ട് അവൻ്റെ സന്ദേശവും കാലികമാണ്. വട്ടോളി പറഞ്ഞ മതേതരത്വത്തിൻ്റെ പേരിലല്ല യേശു കാലികനായിരിക്കുന്നത്. 2, അവൻ്റേത് മനുഷ്യത്വപരമാണ്. തീർച്ചയായിട്ടും യേശു ദൈവം മനുഷ്യനായ ആളാണ്. അതിനാൽ എല്ലാം തികഞ്ഞ ആൾ എന്നാണ്, എസ്കാത്തോസ് ആദാം എന്നാണ് പൗലോസ് വിളിക്കുന്നത്. 1 കൊറിന്തോസ് 15, 45, 48. എസ്കാത്തോസ് ആദാം എന്ന് വെച്ചാൽ അവസാനത്തെ ആദാം എന്ന അർത്ഥമുണ്ട്. എല്ലാം തികഞ്ഞ മനുഷ്യൻ, എല്ലാം പരിപൂർണ്ണ മനുഷ്യൻ എന്നൊക്കെ അർത്ഥമുണ്ട്. എല്ലാം തികഞ്ഞവൻ, ഭാവിയുടെ മനുഷ്യൻ. അപ്പോൾ ദൈവം മനുഷ്യനായ ആളാണ് യേശു എന്നതിനാൽ അവൻ്റേത് തീർത്തും മനുഷ്യത്വപരമായ നിലപാടാണ്. എന്താണ് ആ മനുഷ്യത്വപരമായ നിലപാട്? ബുദ്ധിയുള്ള മനുഷ്യനാണ്, ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അവന് ദൈവമായിട്ടുള്ള ബന്ധത്തിലും വിള്ളലുണ്ടായാൽ, അതായത് അധാർമികതയുണ്ടായാൽ അവൻ മനുഷ്യനാകില്ല. അപ്പോൾ മനുഷ്യരെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് ദൈവം മനുഷ്യനായത്. എന്നിട്ട് ജീവശാസ്ത്രപരമായ ജീവൻ അതീതമായ നിത്യജീവൻ കൊടുക്കാനും. ജീവശാസ്ത്രപരമായ ജീവൻ മരണത്തിനും അഴുകലിനും വിധേയമാണ്. അതില്ലാത്ത ഒരു ജീവനിലേക്ക് പിടിച്ചു കയറ്റാൻ,
അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റ് സ്റ്റേജ് പാപമോചനം, പിന്നെ അത് കഴിഞ്ഞിട്ട് അന്തിമമായിട്ട് നിത്യജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുക. ഇത് നൽകാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് വന്നത്. ഇതാണ് മനുഷ്യത്വപരം. അതിനാൽ യേശു സ്വർഗത്തിന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഒരു മെച്ചപ്പെട്ട ലോകക്രമമല്ല, മെച്ചപ്പെട്ട രാഷ്ട്രീയമല്ല, മെച്ചപ്പെട്ട സാമ്പത്തിക സിദ്ധാന്തമല്ല, മറിച്ച് ദൈവത്തെയാണ്. പക്ഷെ ആ ദൈവത്തെ സ്വീകരിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് പാപങ്ങളിൽ നിന്നുള്ള മോചനവും, പിന്നെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയും. ഇതാണ് യേശുക്രിസ്തു കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് മനുഷ്യത്വപരമായിരിക്കുന്നത്. അല്ലാതെ ദാഹിക്കുന്ന വെള്ളം കൊടുത്തത് കൊണ്ട് മാത്രമല്ല. അത് വേണം തീർച്ചയായിട്ടും, പക്ഷെ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ യേശു ശാസ്ത്രീയമാണ് എന്ന് പറയാം, തീർച്ചയായിട്ടും. ഞാൻ ഈ കന്യകയുടെ ഗർഭധാരണം ശാസ്ത്രീയമാണെന്ന് ഞാൻ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ഉത്ഥാനം ശാസ്ത്രീയമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, ഞാൻ പടം വരച്ചു അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറിച്ച് ഈ യേശു ശാസ്ത്രീയമാണെന്ന് പറയാൻ മറ്റൊരു കാര്യം പറയാം. യേശു ശാസ്ത്രീയമായിരിക്കുന്ന ഒറ്റ കാരണമേ ഉള്ളൂ, കാരണം അവൻ ദൈവമാണ്. ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് പരിശുദ്ധ തൃത്വമാണ്. ഇല്ലേ, ഒരു ദൈവം മൂന്നാളുകൾ. സ്നേഹം സത്യമാണെങ്കിൽ ഏക സത്യദൈവത്തിൽ മൂന്നാളുകളുണ്ട് എന്നും സത്യമാണ്. കാരണം സ്നേഹിക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾ വേണം. ദൈവം സ്നേഹമാണെങ്കിൽ ദൈവം ഒന്നിൽ കൂടുതൽ ആളുകളായിരിക്കണം. അപ്പോൾ മൂന്നാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്, ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ദൈവമേ ഉള്ളൂ, അത് പരിശുദ്ധ തൃത്വമാണ്. സ്നേഹം സത്യമാണെങ്കിൽ ഏക സത്യദൈവം മൂന്നാളുകളാണ് എന്നും സത്യമാണ്, ശാസ്ത്രീയമാണ്. അത് കാലികമാണ്, മനുഷ്യത്വപരമാണ്. നാം വിശ്വസിക്കുന്ന ദൈവം തന്നെ ഒരു കുടുംബമാണ്. അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, റൂഹായുണ്ട്. ആ ഓരോരുത്തർക്കും ഓരോ കടമയാണുള്ളത്. പിതാവിനുള്ള കടമയല്ല പുത്രന്, പുത്രനുള്ള കടമയല്ല പരിശുദ്ധാത്മാവിന്. പിതാവ് എപ്പോഴും പിതാവാണ്, പുത്രൻ എപ്പോഴും പുത്രനാണ്, പരിശുദ്ധാത്മാവ് എപ്പോഴും പരിശുദ്ധാത്മാവാണ്. ഈ നമ്മൾ വെച്ചും ദൈവം തന്നെ ഒരു കുടുംബമാണ്. അതുകൊണ്ട് കുടുംബമായിട്ടാണ് അവൻ സഭ സ്ഥാപിച്ചത്. കുടുംബമായിട്ടാണ് അവൻ ഭൂമിയിലും മനുഷ്യരെ കുടുംബത്തിൽ ജനിക്കണമെന്നാണ്. നമ്മൾ പറയില്ലേ കുടുംബത്തിൽ പറഞ്ഞവർ, തറവാട്ടിൽ പറഞ്ഞവർ. അതിനർത്ഥം വെറുതെ അന്തസ്സും ആഭിവാത്യവും മാത്രമൊന്നുമല്ല, സ്നേഹിക്കുന്ന അപ്പനും അമ്മയും മക്കളൊക്കെ ഉണ്ടാകണമെന്നാണ്. ആ കുടുംബത്തിൽ ഓരോരുത്തർക്കും ഓരോ കടമയാണുള്ളത്. അപ്പൻ്റെ കടമയല്ല മക്കൾക്കുള്ളത്, അമ്മയുടെ കടമയല്ല അമ്മായിമ്മയ്ക്കുള്ളത്, ഒക്കെ വ്യത്യാസമുണ്ട്. എന്നാൽ അതൊന്നും ഐക്യതയെ തകർക്കുന്നില്ല താനും. പ്രത്യേകത ഈ ഐക്യതയെ ആഴപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എല്ലാം എന്ന തെറ്റായ തുല്യതയുടെയും സമത്വത്തിൻ്റെയും പേര് പറഞ്ഞ് എല്ലാം കൂടി കൂട്ടിക്കുഴക്കുന്ന രീതി പിശാചിൻ്റെയാണ്, ദൈവത്തിൻ്റെ അല്ല. മെത്രാൻ സിനഡിൽ പെണ്ണുങ്ങൾ വേണം, ഇല്ലേ, എല്ലാവർക്കും എല്ലാം വേണം, അത് കൂട്ടിക്കുഴക്കിലാണ്. മെത്രാന്മാരായിട്ട് സ്ത്രീകളില്ല, പിന്നെയാണോ മെത്രാൻ സിനഡിൽ സ്ത്രീകൾ വരണേ? തീർച്ചയായിട്ടും സ്ത്രീകളുടെ വോയിസ് അവിടെ കേൾക്കാൻ മാർഗ്ഗങ്ങൾ വേറെയുണ്ട്. പക്ഷേ മെത്രാൻ സിനഡിൽ മൊത്തം സ്ത്രീകൾ പങ്കെടുക്കണം എന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? അപ്പോൾ ഇത് എല്ലാവർക്കും എല്ലാം എന്നുള്ളത് അല്ലേ, അത് തെറ്റായ തുല്യതയാണ്, തെറ്റായ സമത്വ സിദ്ധാന്തമാണ്. അത് എല്ലാം കൂടി കൂട്ടിക്കുഴക്കുന്ന രീതി പിശാചിൻ്റെ രീതിയാണ്, അത് ദൈവത്തിൻ്റെ രീതിയല്ല. അതിനാൽ ഞാൻ ഈ അവസാനത്തെ ടോക്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 3 പുസ്തകങ്ങൾ, ഭൂമിയുടെ ഉപ്പ്, ലോകത്തിൻ്റെ പ്രകാശം, ക്രിസ്തുധർമ്മ പ്രവേശിക. ക്രിസ്തുധർമ്മ പ്രവേശിക വട്ടോളി നിന്ന് വായിക്കണം. അത് വട്ടോളി വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം മുഴുവൻ. ഇച്ചിരി കട്ടിയാണ്, എങ്കിലും വട്ടോളിക്ക് വായിച്ചാൽ മനസ്സിലാകും. ഇതൊന്ന് വായിച്ചിട്ട്, ഇപ്പോൾ കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ, വായിച്ചിട്ട് കർത്താവിലേക്ക് തിരിയുക. യേശു ക്രിസ്തു എന്ന ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ അവനിലേക്ക് തിരിയുക. അവനിലേക്ക് തിരിയുമ്പോൾ അവനിലേക്ക് തിരിഞ്ഞ് കുർബാന അർപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ മാറി സത്യവിശ്വാസം വരും. അപ്പോൾ യഥാർത്ഥ ദൈവസ്നേഹവും പരസ്നേഹവും വരും. അപ്പോൾ ഈ പറഞ്ഞ വട്ടോളി ഉദ്ദേശിച്ച ശരിക്കുള്ള പൊളിച്ചെടുത്ത്, അതായത് വചനത്തിലും ലിറ്റർജിയിലും ആഴപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ വിശാലമായ നവീകരണം അത് സംഭവിക്കും. അത് സംഭവിക്കട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. ഈ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പരമാവധി ആളുകൾക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണമെന്നും പഠിക്കണമെന്നും ഞാൻ വീണ്ടും വീണ്ടും താഴ്മയോടെ അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.